ക്ഷേത്ര ഉത്സവ ആചാര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ആചാരാനുഷ്ഠാന സംരക്ഷണ കൺവെൻഷൻ തലസ്ഥാനത്ത് നടന്നു. തിരുവനന്തപുരത്ത് നടന്ന ദക്ഷിണ മേഖലാ കൺവെൻഷൻ ശ്രീരാമകൃഷ്ണാശ്രമം പ്രസിഡന്റ് സ്വാമി മോക്ഷപ്രധാനന്ദ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര ഉത്സവങ്ങൾ തടസ്സപ്പെടുത്തുന്നതിലൂടെ സമൂഹത്തിന്റെ സാമ്പത്തിക സാംസ്കാരിക അഭിവൃദ്ധി വെല്ലുവിളി നേരിടുന്ന സാഹചര്യത്തിലായിരുന്നു കൺവെൻഷൻ. ക്ഷേത്ര ഉത്സവങ്ങൾക്കെതിരെ നടക്കുന്ന അടിച്ചമർത്തലിനെ ചെറുക്കാനാണ് ആചാര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ആചാരാനുഷ്ഠാന സംരക്ഷണ കൺവെൻഷൻ തലസ്ഥാനത്ത് നടത്തിയത്. തിരുവനന്തപുരത്ത് നടന്ന ദക്ഷിണ മേഖലാ കൺവെൻഷൻ ശ്രീരാമകൃഷ്ണാശ്രമം പ്രസിഡന്റ് സ്വാമി മോക്ഷപ്രധാനന്ദ ഉദ്ഘാടനം ചെയ്തു. നാട്ടിൽ മതം പ്രാവർത്തികമാക്കിയാൽ ഹൈന്ദവർ കുറയില്ലെന്നും ഹിന്ദുവിന്റെ എണ്ണം കുറയുന്നത് യാഥാർത്ഥ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഹിന്ദുവിന്റെ ജനസംഖ്യ കുറഞ്ഞു വരുന്നത് നമ്മുടെ എല്ലാം വീട്ടിൽ തന്നെ നോക്കിയാൽ അറിയാം. നമ്മളുടെ മക്കൾക്ക് എത്ര മക്കളുണ്ട്, നമുക്ക് തന്നെ എത്ര മക്കളുണ്ട്, ആരെയാണ് കുറ്റം പറയേണ്ടത്, ആരോടാണ് പറയേണ്ടത്, പരസ്പരം ചിന്തിച്ച് അത് നിലനിർത്താൻ ശ്രമിക്കേണ്ടതാണ് പ്രാഥമിക കർത്തവ്യം എന്ന് എനിക്ക് തോന്നുന്നു. പ്രാഥമിക കർത്തവ്യം ജനസംഖ്യാ പരിപാലനമാണ്. ഹൈന്ദവരെ വിഘടിപ്പിക്കാമെന്ന ഇടതു വലത് മുന്നണിയുടെ നയം ശബരിമല സംരക്ഷണ സമരത്തോടെ ഇല്ലാതായെന്ന വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് വിജി തമ്പി പറഞ്ഞു. 2018 ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ ആ വിശ്വാസമാണ് അന്ന് തകർക്കപ്പെട്ടത്. കാരണം ഈശ്വരീയമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ആത്മീയമായ കാര്യങ്ങളിൽ കേരളത്തിലെ ഹിന്ദു സമാജം ആബാലവൃദ്ധം ഒന്നിച്ചു നിൽക്കുമെന്ന് അന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. ഹൈന്ദവരെ ഭിന്നിപ്പിക്കാൻ ആസൂത്രിതമായ നീക്കം നടക്കുന്നുണ്ടെന്ന് മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ കൂട്ടിച്ചേർത്തു. ഹൈന്ദവ സമൂഹം ഒരിക്കലും ഒരുമിക്കാൻ പാടില്ല. അവരുടെ ആചാരത്തിൽ അവർ വിശ്വസിച്ചാൽ അവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വൈകാര്യമായ ഐക്യം ശക്തിപ്പെടും. ഇത് പലർക്കും, പ്രത്യേകിച്ച് ഹിന്ദു വിരുദ്ധ ശക്തികൾക്ക് വളരെ നന്നായിട്ടറിയാം. അതുകൊണ്ട് ഓരോരോ സംഭവങ്ങൾ ഉണ്ടാക്കുകയാണ്. ചടങ്ങിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ അധ്യക്ഷ പ്രസംഗം നടത്തി. 100 കോടതി വിധികളിലൂടെ 100 ഉത്തരവുകളിലൂടെ ഓരോന്നായി അമർച്ച ചെയ്യുമ്പോൾ ചോദ്യം ചെയ്യേണ്ടിയിരുന്ന ദേവസ്വം ബോർഡുകൾ എന്തുകൊണ്ട് അതിനെതിരെ എങ്ങനെ ഇവർ സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റുക നമുക്കറിയില്ല. ലക്ഷ്യമൊക്കെ പറയുന്നുണ്ട് ഇതിനെ സാംസ്കാരിക, നമ്മൾ പറയുന്നത് മാറ്റുക എന്നല്ല, നിലനിർത്തണം എന്നാണ്. സാംസ്കാരിക കേന്ദ്രമായി തന്നെ അതിനെ നിലനിർത്തണം എന്നുള്ളതാണ്. ക്ഷേത്ര ഏകോപന സമിതിയും ഹിന്ദു ഐക്യവേദിയും സംയുക്തമായി സംഘടിപ്പിച്ച കൺവെൻഷനിൽ വിവിധ ഹൈന്ദവ സംഘടനാ പ്രതിനിധികളടക്കമുള്ളവർ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.